اضرب اضرب. Ahí se vio, mira el humo. നമസ്കാരം. ഒരു ദിവസം പോലും പിന്നിടുന്നതിന് മുമ്പ് ഇറാൻ്റെ പരമാധികാര അധ്യക്ഷനായ ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 1989 മുതൽ ഇറാൻ്റെ പരമാധികാരിയായി എല്ലാ മേഖലയും, പട്ടാളത്തിൻ്റെ ആണെങ്കിലും ശരി, രാഷ്ട്രീയ രംഗത്തെയും ശരി, ആത്മീയ രംഗത്തെയും ശരി, എല്ലാ മേഖലകളുടെയും ആത്മീയ നേതാവും അത് പരമാധികാരിയുമായിട്ടുള്ള ഇറാൻ്റെ പ്രസിഡന്റിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചു. ആദ്യം ഡൊണാൾഡ് ട്രംപാണ് ഇത് സ്ഥിരീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും നികൃഷ്ടനായ മനുഷ്യൻ, വൃത്തികെട്ട മനുഷ്യൻ, പിശാച് കൊല്ലപ്പെട്ടു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇത് തന്നെ നെതന്യാഹു ഒരു ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുകയുണ്ടായി. അവസാനം ഇറാൻ തന്നെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ ഈ വാർത്ത പുറത്തുവിടുകയാണ്. ആ വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ملت بزرگ ایران، روح بلند پیشوای ملت بزرگ ایران و پیشقراول امت اسلامی حضرت امام خامنه ای با نوشیدن شهد گوارای شهادت در ماه مبارک رمضان به ملکوت اعلا پیوست. شورای عالی امنیت ملی در این زمینه بیانیه‌ای به این شهر صادر کرده است. കേട്ടല്ലോ, 40 ദിവസത്തെ ദുഃഖാചരണത്തിനാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ഖമേനിയായി, ആത്മീയ നേതാവായി, പരമാധ്യക്ഷനായി ആയത്തുള്ള അലി ഖമാനിയുടെ മകനെ നിയമിക്കുവാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാവിലെ തുടങ്ങിയ 11:30 തുടങ്ങിയ ടെഹ്റാൻ അടക്കമുള്ള 5 നഗരങ്ങളിലാണ് വലിയ തോതിലുള്ള ബോംബാക്രമണവും മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഈ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ചേർന്ന് തുടങ്ങിയത്. അത് തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആയത്തുള്ള ഖമേനിയുടെ കൊട്ടാരം തകർത്തതായി, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തതായിട്ടുള്ള വിവരം കിട്ടുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, രാഷ്ട്രത്തോടുള്ള പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് വന്നിട്ടില്ല. പിന്നീടാണ് ഡൊണാൾഡ് ട്രംപും അതേപോലെ നെതന്യാഹുവും ഈ കാര്യം സ്ഥിരീകരിച്ചത്. ഇപ്പോഴിതാ ഇറാൻ തന്നെ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ആത്മീയ നേതാവ്, പരമാധ്യക്ഷൻ, സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെ തുടങ്ങിയ 11:30 മണിക്ക് തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ ഇസ്രയേലും അമേരിക്കയും കാണിച്ചിരിക്കുന്നത് മറ്റു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ആ രാജ്യത്തെ ആക്രമിക്കുന്ന രീതിയാണ്. ഇവിടെ ഇറാൻ എവിടെയെങ്കിലും മറ്റു രാജ്യങ്ങളെ ഇപ്പോൾ ആക്രമിച്ചതായിട്ട് നമുക്ക് യാതൊരു വിവരവുമില്ല. ആ രാജ്യത്തിലെ അണുവായുധങ്ങൾ നശിപ്പിക്കണം, അണുവായുധങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിരായുധീകരിക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് അമേരിക്ക ഈ അടുത്ത കാലത്ത് ഇറാനെ സമീപിച്ചത്. നമുക്കറിയാം, റഷ്യയായിരുന്നു ഏറ്റവും അധികം അടുത്ത സുഹൃത്ത് ഇറാനുമായിട്ട് എല്ലാ തരത്തിലും ആയുധ ഇടമ്പടികൾ പ്രകാരം എല്ലാ ആയുധങ്ങൾ കൈമാറുന്നതും ആയുധ സഹായങ്ങൾ നൽകുന്നതും റഷ്യയാണ്. എന്നാൽ റഷ്യ വളരെ ശുഷ്കിച്ച ഒരു ഘട്ടമാണിപ്പോൾ. ഇപ്പോൾ തന്നെ അവിടുത്തെ പ്രസിഡന്റ് എന്നെ കാണാനില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ്. നാഥനില്ല കളരിയായി നിൽക്കുകയാണ് റഷ്യ തന്നെ. ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുടിൻ തുടങ്ങിയ യുദ്ധം ഒരു കാര്യവുമില്ലാതെ തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണ് ഉക്രൈൻ എന്നുള്ള രൂപത്തിലാണ് യുദ്ധം തുടങ്ങിയത്. പിന്നീട് വർഷങ്ങളായി യുദ്ധം റഷ്യയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു, സാമ്പത്തികമായിട്ടും അല്ലാതെയും തകർന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ റഷ്യയുടെ സഹായമില്ല എന്ന് കൃത്യമായി ഉറപ്പാക്കി ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ നാട്ടിൽ മുഴുവൻ ഇളക്കി വിടുകയും ഒക്കെ ചെയ്തിട്ടും പരിഹാരമാകുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പില്ല, യുദ്ധ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആയത്തുള്ള ഖമേനിയെ വധിക്കും എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലും അതേപോലെ അമേരിക്കയും യുദ്ധം ആരംഭിച്ചത്.
എന്നാൽ യുദ്ധം ആരംഭിച്ച് ടെഹ്റാനിലും അതേപോലെ മറ്റു 5 നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും അവിടെ ഒരു സ്കൂളിൽ പാവപ്പെട്ട ചെറിയ കുട്ടികൾ, അതായത് പിഞ്ചു കുട്ടികൾ, പെൺകുട്ടികൾ പ്ലേ സ്കൂളിൽ ബോംബ് വീഴുകയും അവിടെ 85 പെൺകുട്ടികൾ മരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറം ലോകം കേട്ടത്. ഇത്രയും ക്രൂരമായ രൂപത്തിൽ ഇസ്രയേൽ പെരുമാറുമ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നിൽക്കുകയായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിയെ തകർക്കുന്ന കാര്യങ്ങളിൽ നടപടികളാവാമെങ്കിലും കുട്ടികളെയും പൗരന്മാരെയും കൊല്ലുന്നത് യുദ്ധനീതിയല്ല എന്ന് നമ്മുടെ ലോക നിയമത്തിനനുസരിച്ചുള്ള കാര്യം നിലനിൽക്കെ അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഡ്രോണുകളും അതേപോലെ വിമാനങ്ങളും ഉപയോഗിച്ച് ഒരേ സമയത്ത് മിസൈലുകളെല്ലാം ഉപയോഗിച്ച് ഒരേ സമയത്ത് ആക്രമണം നടത്തി. ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ആയത്തുള്ള ഖൊമേനിയുടെ വീട് കൊട്ടാരം തകർത്തു എന്നുള്ള വാർത്ത ആദ്യം സ്ഥിരീകരിച്ചില്ലെങ്കിലും ഇന്ന് രാവിലെ ഇറാൻ സ്ഥിരീകരിച്ചതോടെ ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇറാനിൽ എല്ലാ മേഖലകളിലും വലിയ തോതിൽ അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും ഇപ്പോൾ പ്രകടനങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതേപോലെ ലണ്ടനിലും അമേരിക്കയിലും അടക്കം അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രകടനം നടക്കുന്നുണ്ട്. അതിലെ ചില രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ മിന്നലാക്രമണത്തിൽ, അതായത് ഇറാനെ ആക്രമിച്ച് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ശക്തമായ തിരിച്ചടിയാണ്, ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിലുള്ള തിരിച്ചടിയാണ് ഇറാൻ നൽകിയിട്ടുള്ളത്. ഇറാൻ നേരെ ഇസ്രയേലിനെ മാത്രമല്ല, പിന്നീട് കണ്ടത് ബഹ്റൈൻ, അതേപോലെ UAE, ഖത്തർ, അതേപോലെ സൗദി അറേബ്യ, കുവൈത്ത്, ജോർദാൻ, അതേപോലെ സിറിയ തുടങ്ങിയുള്ള രാജ്യങ്ങൾ ഒരേ സമയത്ത് ആക്രമിക്കുകയായിരുന്നു. സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം എന്ന് പറഞ്ഞെങ്കിലും കുവൈത്തിലെ എയർപോർട്ട് തകരുന്നതും ബഹ്റൈനിലെ വൻകിട കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകളെല്ലാം തകർന്ന് വീഴുന്നതും എല്ലാം കാണാമായിരുന്നു. എന്തിന് ടെൽ അവീവ് അവിടെ യാതൊരു തരത്തിലും അവിടെ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ തുടരെയായിട്ട് ഡ്രോണുകളും അതേപോലെ ആളില്ലാ വിമാനങ്ങളും അവിടെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി. അതായത് ഇസ്രയേലിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഒരേ സമയത്ത് 6-7 രാജ്യങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോകുക. മാത്രമല്ല ഹോർമോസ് കടലിടുക്ക്, അതായത് ഏറ്റവും സുപ്രധാനമായ ഇന്ധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കപ്പലുകൾ കടന്നു പോകുന്ന കടലിടുക്ക് ഇറാൻ നിരോധിച്ചു എന്ന്, യാത്രാ നിരോധനം ഏർപ്പെടുത്തി എന്നതോട് കൂടിയിട്ട് അത് വലിയ തോതിൽ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് സത്യം. അങ്ങനെ എല്ലാ മേഖലകളെയും പശ്ചിമേഷ്യയിലെ സമാധാനം കെടുത്തുന്ന രൂപത്തിൽ അവിടെ തുടർച്ചയായിട്ടുള്ള അറ്റാക്കാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള അറ്റാക്കിൽ പല സ്ഥലത്തും വലിയ നാശനഷ്ടങ്ങളുണ്ടായി എന്നുള്ളതാണ് സത്യം. കുവൈറ്റിൻ്റെ എയർപോർട്ട് തന്നെ ഭാഗ്യമായി തകർക്കപ്പെട്ടു. അതേപോലെ പല വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ടി വന്നു. അബുദാബിയിലും ദുബായിലും അതേപോലെ ഷാർജയിലെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചിടേണ്ടി വന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തകർത്താടിയപ്പോൾ അതിനേക്കാൾ ഭീകരമായിട്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഒരേ സമയത്ത് പശ്ചിമേഷ്യയിലെ സമാധാനം കെടുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതില്ല. മലയാളികളായ ഏകദേശം 1 ലക്ഷം കോടി ആളുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഈ രാജ്യങ്ങളിൽ എന്നുള്ളതാണ് പ്രധാന കാര്യം. സൗദി അറേബ്യ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുവൈത്ത് ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം 1 കോടിയോളം മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മലയാളികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളെല്ലാം ഭയങ്കര ഭയവിഹ്വലരായിരിക്കുകയാണ്. ഒരേ സമയത്ത് വിമാനത്താവളങ്ങൾ അടച്ചിടുകയും വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് റദ്ദാക്കുകയും ചെയ്തതോടെ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വിദേശത്തേക്കുള്ള UAE-യിലേക്കും അതേപോലെ സൗദിയിലേക്കും ഖത്തറിലേക്കും ഒക്കെയുള്ള വിമാനങ്ങൾ നിർത്തിയതോടെ പരിഭ്രാന്തരായിരിക്കുകയാണ് കേരള ജനത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം കേരളത്തിലുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വളരെ അഭേദ്യമായ ബന്ധമാണ് കാരണം ഏതെങ്കിലും ഒരു ബന്ധുവില്ലാത്ത ഒരാൾ കേരളത്തിലുണ്ടാവില്ല. അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ അവരുടെ ബന്ധുക്കളോ സ്വന്തം മക്കളോ അല്ലെങ്കിൽ പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലുമോ അവരുടെ ബന്ധുക്കളായി ഉണ്ട്. അതുകൊണ്ട് കേരളം മുഴുവൻ വളരെ സാഹൂതമാണ് യുദ്ധത്തെ കാത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആയത്തുള്ള ഖൊമേനിയെ കൊന്നു എന്ന് പറയുന്നത് ചെകുത്താനെ കൊന്നു എന്നുള്ളതാണ് അവർ അമേരിക്ക പ്രഖ്യാപിച്ചത്. നെതന്യാഹു അത് ആഘോഷിക്കുകയാണ്. ഇതേ സമയത്ത് പല രാജ്യങ്ങളിൽ, അമേരിക്കയിലാകട്ടെ
ന്യൂയോർക്കിലാകട്ടെ ലണ്ടനിലാകട്ടെ അനുകൂലമായും പ്രതികൂലമായും പ്രകടനങ്ങൾ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി, ഇവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് പ്രഖ്യാപിച്ചത്. മുമ്പത്തെ പേർഷ്യ എന്നൊക്കെ നമ്മൾ കേട്ടിരുന്ന കേരളത്തിലടക്കം ഈന്തപ്പഴം കൊണ്ടുവന്നും അതേപോലെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നും ബിസിനസ് ചെയ്തിരുന്ന പേർഷ്യക്ക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കഥകളിലെല്ലാം കേട്ടിട്ടുള്ള സ്ഥലമാണ്. ആ പേർഷ്യയാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാനിലെ 1989 ആയത്തുള്ള അലി ഖമനൈ അധികാരത്തിലെത്തുന്നത്, സുപ്രീം ലീഡറായി മാറുന്നത്. അവിടെയുള്ള ഏറ്റവും വലിയ കമാൻഡറും അതേപോലെ പ്രസിഡന്റും ഒക്കെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പം വിദേശകാര്യമന്ത്രിയാണ് മറ്റു രാജ്യങ്ങൾ ഇപ്പം പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ UNOയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് അടിയന്തര മീറ്റിംഗ് കൂടണമെന്ന് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമീപനവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയും, കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഭയവിഹ്വലരാണ്. ഏതെങ്കിലും ഒരു പൂർണ്ണമായി പറഞ്ഞാൽ കേരളം ആകെ ഈ വാർത്തയുടെ ഓരോ മിനിറ്റിലും വാർത്തകൾ കേൾക്കാൻ വേണ്ടി TV-യുടെ മുന്നിൽ വന്ന് എല്ലാ ചാനലുകളും ഒരേപോലെ ഇപ്പോൾ ഇന്ത്യയിൽ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. കേരളത്തിലെയോ മറ്റു രാജ്യങ്ങളിലെയോ മറ്റു വാർത്തകളൊന്നും ഇപ്പം ശ്രദ്ധിക്കുന്നേയില്ല. കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ വലിയ തോതിൽ ഇലക്ഷൻ നടക്കുന്നതിന് ഭാഗമായി ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പം എങ്ങോട്ടാണ്? ഈ ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധത്തിലേക്കാണ്. അത് ചെറുതൊന്നുമല്ല. കേരളത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്നത്, ഞെട്ടിച്ചിരിക്കുന്നത് മറ്റേത് രാജ്യങ്ങളിൽ ഞെട്ടുന്നതിനേക്കാൾ കൂടുതൽ കേരള ജനത ഞെട്ടും. കാരണം അവരുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ബന്ധുവില്ലാത്ത ഒരു ആള് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും 86-കാരനായ ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ആയത്തുള്ള ഖമേനി എന്ന് പറയുന്നത് അവരും ആത്മീയ നേതാവല്ല, സുപ്രീം ലീഡറാണ് എന്നുള്ളത് സത്യം. എല്ലാ മേഖലകളുടെയും ലീഡർ, സൈനിക ഇതാണെങ്കിൽ രാഷ്ട്രീയമാണെങ്കിലും മറ്റേത് മേഖലയും വാർത്തയുടെ കാര്യത്തിലാണ് എല്ലാത്തിൻ്റെയും ലീഡറാണ് അദ്ദേഹം. ദൈവത്തിന് തുല്യമായിട്ടാണ് ഷിയ മുസ്ലിം അവരെ ആത്മീയ നേതാവായി കരുതിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴും പറയുന്നത്, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അതിന് തിരിച്ചടി കൊടുക്കും, യാതൊരു സംശയം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എത്ര കാലം? ഇത്തരത്തിൽ അമേരിക്കയ്ക്കും മറ്റ് ഇസ്രയേലിനും ഒക്കെ തന്നെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള ആയുധ ശക്തികൾ മാത്രമല്ല ഏറ്റവും അത്യാധുനിക വിമാനങ്ങൾ ഉള്ളത് കൊണ്ട് അത്തരം വിമാനമില്ലാത്ത ഇറാൻ എത്ര സമയം പിടിച്ചു നിൽക്കും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇനി കാണേണ്ടത്. പ്രത്യേകിച്ചും ചൈന ഇപ്പോൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇത്തരത്തിലുള്ള ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ മോദി ആണെങ്കിൽ ഇസ്രയേലിൻ്റെ പാർലമെൻറ്റിൽ പോയി മോദി 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 എന്നൊക്കെ കേട്ട് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്നുള്ള വേണം കരുതാൻ. UAE-യിൽ നിന്നും പ്രത്യേക ദൂതൻ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അതായത് യുദ്ധം ആരംഭിക്കും എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ യുദ്ധം അനാവശ്യമായിരുന്നു. ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും സംഭാവനയാണ് യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു ചെന്ന് ആ രാജ്യത്തെ ആക്രമിക്കുക, അവിടെയുള്ള അവരുടെ സമുന്നത നേതാക്കന്മാരെയും സൈനിക അധ്യക്ഷന്മാരെയും കമാൻഡർമാരെയും ഒക്കെ കൊല്ലുക എന്ന് പറയുന്നത് ലോകനീതിയല്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.